അമേരിക്ക ചൈന വ്യാപാര യുദ്ധം മുറുകിയിരിക്കുകയാണ്. ചൈനയെ എല്ലാ അർത്ഥത്തിലും അമേരിക്ക പൂട്ടി എന്ന് തന്നെ പറയാം. ഇപ്പോഴിതാ ഒരു പുതിയ വാർത്ത പുറത്തു വരുന്നു. ചൈനീസ് കമ്പനികൾക്ക് അമേരിക്കയിലേക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കണമെങ്കിൽ അത് ഇന്ത്യയെ ആശ്രയിക്കാതെ വഴിയില്ല എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. എന്താണ് ചൈനീസ് കമ്പനികൾ ഉദ്ദേശിക്കുന്നത്? ഇന്ത്യ വഴി അവരെന്താണ് ചെയ്യാൻ പോകുന്നത്? ഈ ചൈനയ്ക്ക് വളരെ വലിയൊരു തിരിച്ചടിയാണ്. അമേരിക്കയ്ക്കും അതുപോലെ തന്നെ ഒരു തിരിച്ചടി ഉണ്ടാകും എന്ന് തന്നെയാണ് എക്കണോമിസ്റ്റ് പറയുന്നത്. കാരണം സാധാരണഗതിയിൽ സാധനം സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നിടത്ത് നിന്ന് പെട്ടെന്ന് ഇല്ലാതാകും. അപ്പം ഈ കോവിഡ് മാതൃകയിലുള്ള ഷെൽഫ് കാലിയാകുന്ന ഒരു രീതിയിലേക്കൊക്കെ പോകും എന്നൊക്കെയുള്ള ഒരു പ്രഡിക്ഷനും അസസ്മെൻറ്റും ഒക്കെയാണ് ഈ എക്കണോമിക് എക്സ്പേർട്സ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലൂടെ ചൈനയ്ക്ക് ഏറ്റവും അടുത്ത് ചെയ്യാൻ ഒക്കുന്നതെന്ന് പറയുന്നത് ഭാരതത്തിലേക്ക് ഈ പറയുന്ന ഗുഡ്സ് എത്തിക്കുക, അതെത്തിക്കുന്നതിനെ റീറൂട്ട് ചെയ്യുക എന്ന് പറയും. അതായത് സാധനം അവിടെ ഉണ്ടാക്കിയിട്ട് ഭാരതത്തിലേക്ക് കൊണ്ടുവന്ന് മൂന്നാം കക്ഷിയെ ആശ്രയിച്ച് ഇത് ചെയ്യുക. ഇത് പലപ്പോഴും ആളുകൾ ചെയ്തിരുന്നു. ഇപ്പോൾ വിയറ്റ്നാമിന് ഒരു ട്രംപ് ശിക്ഷ വിധിച്ചത് ഈ പറയുന്ന പോലെ ഒരു റീറൂട്ടിംഗ് ഒരു ലൊക്കേഷനായി മാറിയതുകൊണ്ടാണ്. അപ്പം നാച്ചുറലി ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ പണ്ടത്തെ പോലെ സാധനം അവിടെ ഉണ്ടാക്കിയിട്ട് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ് പാക്കേജ് ചെയ്ത് അയക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണ്. കാരണം ഗുഡ്സിൻ്റെ ഇതും ചെറിയ കാര്യങ്ങളൊന്നും അല്ലല്ലോ, മാസീവായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഗുഡ്സ് മൂവ്മെൻറ്റ് മുതൽ നമുക്ക് അല്ലെങ്കിൽ ഈ സാറ്റലൈറ്റ് സ്പൈവെയറും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വളരെ ശക്തമായിട്ട് ഇതിൻ്റെ മോണിറ്റർ ചെയ്യാം. അപ്പം ചൈന അങ്ങനെ ശ്രമിച്ചാലും ഭാരതം ഒരിക്കലും അതിന് കൂട്ടുനിൽക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം. കാരണം ഭാരതത്തിന് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറേ സാധനം വാങ്ങിച്ച് ഇവിടെ റീപാക്കേജ് ചെയ്ത് വിറ്റാൽ ഭാരതവും ചൈനയുമായിട്ടുള്ള ട്രേഡ് ഡെഫിസിറ്റ് വലിയതായിട്ട് വർദ്ധിക്കും. കാരണം ചൈനയിലേക്കല്ല തിരിച്ചു വിടുന്നത്, ഇങ്ങോട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഒരു ട്രേഡ് ഡെഫിസിറ്റ് അതാണല്ലോ നമ്മുടെ മേജർ. ഇപ്പോൾ US ടാരിഫ് വാറിന്റെ കാര്യം നിയർലി 100 crore ബില്യണിലേക്കൊക്കെ എത്തുന്നു എന്നൊക്കെ കേൾക്കും. അപ്പോൾ നാച്ചുറലി ഓൾറെഡി നമ്മൾ ഡിപ്പെൻഡൻ്റ് ആണ്. എസ്പെഷ്യലി ഓട്ടോ ഇൻഡസ്ട്രി, ബാറ്ററീസ്, അതുപോലെ തന്നെ ഫാർമ, ഇതിലൊക്കെ ഒരുപാട് കമ്പോണൻസും മറ്റുമൊക്കെ ചൈനയിൽ നിന്ന് വരുന്ന ഒരു ഇതാണ്. അപ്പോൾ ഇനി അടുത്ത ലെവലിലേക്ക് പോവുക എന്ന് പറയുന്നത് ഭാരതത്തിന് ഒരിക്കലും ഒരു എക്കണോമിക്കലി ഒരു വയബിൾ ആത്മഹത്യാപരമായിരിക്കും. അപ്പോൾ ഒരു ട്രേഡ് ഡെഫിസിറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്. രണ്ട്, വളരെ ശക്തമായിട്ട് ഭാരതം ഒരു സ്ട്രക്ചർ ഇറക്കിയിട്ടുണ്ട്. എക്സ്പോർട്ടേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടരുത്. കോമേഴ്സ് മിനിസ്ട്രി ശ്രീ പീയൂഷ് ഗോയൽ തന്നെ വളരെ അദ്ദേഹം കാറ്റഗറിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയുള്ള എന്തെങ്കിലും നടപടികൾ ചെയ്താൽ അതിനുള്ള ശിക്ഷ, പെനാൽറ്റി ആകട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇമ്പോസ് ചെയ്യും എന്ന് പറയുന്നു. ചൈന അതുപോലെ തന്നെ ഒരു ഡംപിങ് ചെയ്യില്ല. ഡംപിങ് എന്നാണ് ഇതിന് പറയുന്നത്. സാധനങ്ങൾ അവിടെ വില കുറച്ച് ഇവിടെ കൊണ്ട് തള്ളുക എന്നുള്ള ആ ഡംപിങ് എന്ന് പറയുന്നത് ചെയ്യില്ല എന്നുള്ളൊരു അഷ്വറൻസ് ചൈനീസ് ഗവൺമെൻറ് ഇന്ത്യക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റീറൂട്ടിങ് ചൈനയിലുണ്ടാക്കി ഇന്ത്യയുടെ ലേബിൾ ഒട്ടിച്ച് അയക്കുക എന്ന് പറയുന്ന കാര്യം നടക്കില്ല, അല്ലെങ്കിൽ എളുപ്പമല്ല, ഏതാണ്ട് നടക്കില്ല എന്ന് തന്നെ പറയാം. കാരണം നേരത്തെ ഈ പറഞ്ഞ പല കാരണങ്ങളും ഇതെല്ലാം കഴിഞ്ഞാലും ഭാരതത്തിൻ്റെ ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയാണ് അത് ഇമ്പാക്ട് ചെയ്യുന്നത്. ഇപ്പം നമുക്കൊരു പക്ഷേ ഒരു 100 രൂപയ്ക്ക് കിട്ടുന്ന സാധനം 120 രൂപയ്ക്ക് വിറ്റ് ഇത് സഹായിക്കുന്ന ആരെയാ? ഭാരതത്തിനെ അല്ലല്ലോ. ഇത് സഹായിക്കുന്നത് ഒന്നുകിൽ ചൈനയെ അല്ലെങ്കിൽ അമേരിക്കയെ. അല്ലാതെ നമുക്കതിനിടയ്ക്ക് നിന്ന് ഒരു ചെറിയ കമ്മീഷൻ മാർജിൻ കിട്ടും എന്നല്ലാതെ നമുക്കിതുകൊണ്ട് പ്രത്യേകിച്ച് പരിചയം. രണ്ട്, ചൈനയിൽ നിന്നുള്ള ലോജിസ്റ്റിക്കൽ കോസ്റ്റ് ഉണ്ട്. അവിടുത്തെ 10 മുതൽ 20% വരെ ഈ പറയുന്ന പ്രോസസ്സ് ചെയ്യുമ്പോൾ അഡീഷണലായിട്ട് കൂടും. എന്നാലും ഒരു പക്ഷേ അമേരിക്കയിലെ 245%, 145% കാരണം ഭീമമായ. പക്ഷേ ഇത് എത്രമാത്രം വയബിളാണ് എന്നുള്ളതിരിക്കെ അത് ചില ഒരു പക്ഷേ വയബിൾ ആയേക്കാം. പക്ഷേ എന്നാൽ പോലും ഭാരതം ഇതിന് കൂട്ടു നിൽക്കില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഇതാരെയും പേടിച്ചിട്ടല്ല, അല്ലെങ്കിൽ ട്രംപ് ഇനി കണ്ടുപിടിച്ച് നമ്മളെ ടാരിഫ് ഇടുമോ എന്നുള്ളതല്ല അതിൻ്റെ ഇഷ്യൂ.
നമുക്കൊരു ഷോർട്ട് ടേമിലേക്കുള്ള ഒരു ഗെയിൻ മാത്രമേ ഇതുകൊണ്ട് ഉണ്ടാകുകയുള്ളൂ. അതായത് സാധനം വാങ്ങിച്ച് അപ്പുറത്ത് കൊടുക്കുന്നതിൻ്റെ ചെറിയൊരു കമ്മീഷൻ കിട്ടും എന്നല്ലാതെ ചൈന വിൽ കണ്ടിന്യൂ ടു പ്രോഗ്രസ്. അവൻ്റെ എക്കോണമി, ഒരു മാനുഫാക്ചറിങ് എക്കോണമി കണ്ടിന്യൂ ചെയ്യും. നമ്മളത് വെറുതെ ഒരു ട്രേഡറായിട്ട് മാത്രം ഈ പറയുന്ന അമേരിക്കക്കാരന് ഈ ടാരിഫ് അവോയ്ഡ് ചെയ്യാൻ ഒക്കും. അപ്പോൾ ഈവൻ ഇഫ് നടന്നാലും നമ്മൾ അതിനൊരു പാർട്ടിയായിട്ട് നിൽക്കുന്നത് കൊണ്ട് വലിയ ഒരു രീതിയിലുള്ള ബെനഫിറ്റ് എക്കണോമിക് ഗ്രോത്ത് ഇല്ല. അപ്പം അത് വളരെ ശക്തമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ന് ഭാരതത്തിൻ്റെ ഗവൺമെൻറ് സർക്കാർ പറഞ്ഞിരിക്കുന്നത് ചൈനയുടെ ഈ പരിപാടികളുമായിട്ടുള്ള ഒരു സഹകരണം ഉണ്ടാവില്ല. അതിൻ്റെ റീസൺസ് ഇതാണ്. പിന്നെ അമേരിക്ക ആണെങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾ അനുവദിക്കണം എന്നില്ല. കാരണം എല്ലാ കമ്പണൻറ്റിനും സബ്സ്റ്റാൻഷ്യൽ വാല്യൂ അഡീഷൻ, കാരണം എല്ലാം ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നടന്നിരിക്കില്ല. ഇപ്പോൾ ചില സെമി കണ്ടക്ടേഴ്സിൻ്റെ ആണെങ്കിലും അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ പലയിടത്തൊന്നും വാങ്ങേണ്ടി വരും. അപ്പോൾ അത് മെയിൻ സപ്ലയർ ചൈന തന്നെയാണ്. ഇത് നമ്മൾ മറക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു സബ്സ്റ്റാൻഷ്യൽ വാല്യൂ അഡീഷൻ എന്നാണ് അതിന് പറയുന്നത്. ഒരു 30 മുതൽ 35% വരെ ചൈനീസ് കണ്ടൻറ്റ് അവർ അനുവദിക്കുകയുള്ളൂ. അപ്പോൾ ഇതിനകത്ത് പല കാര്യങ്ങളും അതിൻ്റെ ക്രിട്ടിക്കൽ കമ്പണൻസ് ചിലപ്പോൾ വാങ്ങിക്കാൻ ഒക്കുമെങ്കിലും മിക്കവാറുമുള്ള കാര്യങ്ങൾ ഭാരതത്തിൽ തന്നെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അമേരിക്ക നിഷ്കർഷിച്ചിരിക്കുന്നത്. അത് എല്ലായിടത്താണെങ്കിലും ഇപ്പോൾ ചൈനീസ് കണ്ടൻറ്റിൻ്റെ ഒരു ഇത് പറയാറുണ്ട് പണ്ട് മുതലേ, ചൈനയുടെ സാധനങ്ങൾ ഇത്ര പെർസെൻറ്റേജ്. അപ്പോൾ ഇതാണ് എനിക്ക് തോന്നുന്നത് ഒരു അമേരിക്കയിലെ ഒരു ടാരിഫ് കാരണം ചൈന ഭാരതത്തെ യൂസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റായിട്ട് യൂസ് ചെയ്യാനുള്ള നമ്മൾ നിന്ന് കൊടുക്കില്ല ഇല്ല. അപ്പോൾ അത് എങ്ങനെയാണ് ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ ഒക്കുന്നത്? ഇപ്പം പ്രശാന്ത് ചൈനയിൽ നിന്ന് കുറേ സാധനം വാങ്ങിച്ചത് ചെയ്താൽ ഇന്നത്തെ ഒരു ഡിജിറ്റൽ എക്കോണമി അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് നമുക്ക് കിട്ടുന്ന ടൂൾസ് എന്ന് പറയുന്നത് ചെറുതല്ല. ഇപ്പം പണ്ട് യാത്ര ചെയ്യുമ്പോൾ ഈ പല ജംഗ്ഷനുകളിലും ഈ ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങളുമായിട്ട് നിൽക്കുന്ന നാടോടികളെ കണ്ടിട്ടുണ്ടാവും. ഈ ഒരുപക്ഷെ കാറിൽ വിൻഡ് സ്ക്രീൻ വയ്ക്കുന്നതും ചെറിയ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഒരു കൊടിയുടെ ഇതായിട്ടൊക്കെ ചെറിയ ചെറിയ ഫ്ലാഗ്, പ്രത്യേകിച്ചും സ്വാതന്ത്ര്യ ദിനത്തോടും റിപ്പബ്ലിക് ഡേയോടും ഒക്കെ അങ്ങനെ പല പല കളിപ്പാട്ടങ്ങളും ഇങ്ങനെ വലിയ ഇന്ന് അത് കാണുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇത് വാസ്തവം പറഞ്ഞാൽ ഇത് വളരെ ചീപ്പായിട്ടുള്ള, വളരെ ടോക്സിക് ആയിട്ടുള്ള, വളരെ മോശമായിട്ടുള്ള ക്വാളിറ്റിയിലുള്ള സാധനം കണ്ടെയ്നർ കണക്കിനോ ഷിപ്പ് ലോഡ് കണക്കിനോ ഇത് ഭാരതത്തിൽ വരികയും ഇവിടെ അത് ഈ പറയുന്ന ഒരു നാടോടികളെ കൊണ്ട് യൂസ് ചെയ്ത് ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ചാനൽ, ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കി. അപ്പോൾ ആലോചിച്ച് നോക്കണം, ഇത് കൺട്രോൾ ചെയ്യുന്ന ഒരാൾ ഉണ്ടാക്കുന്ന പൈസ, ഇതിന് ടാക്സ് ഇല്ല, റെക്കോർഡ്സ് ഇല്ല, ഒന്നുമില്ല. ഇന്ന് അത് നടക്കുന്നില്ല എന്നുള്ളതിൻ്റെ കാരണം GST ഇംപ്ലിമെൻറ്റേഷനാണ്. ഇന്ന് ഇന്ത്യ ഗവൺമെൻറ് ഈ പറയുന്ന ട്രാക്കിങ് ചെയ്തും ഇന്നും ചെക്ക് പോസ്റ്റ് പോലും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഈ പറയുന്ന ട്രക്കിൻ്റെ ഈ ഇൻവോയ്സിങ്ങും മറ്റുമൊക്കെ ഉള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഇത് പിടിക്കാനോ. അപ്പോൾ ഇത് തന്നെയാണ് മറ്റേ ചൈനയിൽ നിന്ന് ഗുഡ്സ് ഇറക്കിയാലുള്ള കാര്യം. അപ്പം ഒരു GST ഇതുള്ളത് കൊണ്ട് ഗുഡ്സിൻ്റെ മൂവ്മെൻറ്റ്സ് ട്രാക്ഡ് ആകും. 2, ഈ വാല്യൂ അഡീഷൻ എത്രയാണെന്നുള്ളത് ഇപ്പം നമുക്ക് ഈവൻ ഇപ്പം എക്സ്പോർട്ട് ആണെങ്കിൽ പോലും അതിന് എത്രയാണ് അതിൻ്റെ വാല്യൂ അഡീഷൻ കാണാം. അപ്പോൾ വെറുതെ ഒരു ലേബിൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ലേബിൾ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. ഇതെല്ലാം റെക്കോർഡ്സിലുണ്ട്, ട്രാക്ക് ചെയ്യാനും എളുപ്പം. ലോജിസ്റ്റിക്കലായിട്ട് പണം എത്ര അങ്ങോട്ട് പോയി എന്നുള്ള കാര്യങ്ങൾ ട്രാക്ഡാണ്. ഇത് ഹവാല വഴി പണം പോയോ ഇല്ലയോ. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ ഈ ഡിജിറ്റൈസ് ചെയ്തുകൊണ്ട് മൾട്ടിപ്പിൾ സോഴ്സസിൽ നിന്നുള്ള ഇൻഫർമേഷൻ വെച്ച് വളരെ പെട്ടെന്ന് തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ളൊരു മാർഗം ഇന്ന് ഭാരതത്തിൻ്റെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങൾക്കും അതിൻ്റെ ആക്സസ് ഉണ്ടാകും, പ്രത്യേകിച്ച് അമേരിക്കയുടെ. അതെ. അപ്പോൾ ഒരു ഇങ്ങനെ ഒരു റീറൂട്ടിങ്ങോ അല്ലെങ്കിൽ റീലേബിളിങ്ങോ ഒരു ജെനുവിനായിട്ടുള്ള മാനുഫാക്ചറിങ് അല്ലാതെ ഒരു രീതി ചൈന അവലംബിക്കും എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ടെങ്കിൽ അത് ഈ കാലത്ത് ഒരു പക്ഷേ നടത്തിയെടുക്കാൻ പറ്റില്ല, അസാധ്യമാണ് എന്ന് തന്നെ പറയാം. തെന്നിയും തെറിച്ചൊക്കെ കുറച്ചൊക്കെ ചിലപ്പോൾ നടന്നേക്കാം. നമ്മൾ എന്ത് നിയമം ഉണ്ടാക്കിയാലും അതിനെ തെറ്റിക്കാൻ നമുക്ക് ആളുകളുണ്ട്.
അപ്പോൾ അതുകൊണ്ട് ഒരു വ്യാപകമായ രീതിയിൽ ഭാരതം ഇതിനെ അനുവദിക്കില്ല, ചൈന അതിനെ മുതിരില്ല, അതുപോലെ തന്നെ അമേരിക്ക അതിനെ പ്രോത്സാഹിപ്പിക്കുകയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.